ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. പുത്രലാഭാലോചന. അമിതഗുണവാനാം നൃപതി ദശരഥൻ അമലനയോധ്യാധിപതി ധർമാത്മാ വീരൻ. അമരകുലവരതുല്യനാം സത്യപരാക്രമൻ അങ്കജസമൻ കരുണാരത്നാകരൻ. കൗസല്യാദേവിയോടും ഭർതൃശുശ്രൂഷയ്ക്കേറ്റം കൗശല്യമേറിയിടും കൈകേയിയും സുമിത്രയും. ഭാര്യമാരിവരോടും ചേർന്നു മന്ത്രികളുമായി കാര്യങ്ങൾ വിചാരിച്ചു ഭൂതലമെല്ലാം. പരിപാലിക്കും കാലമനപത്യത്വം കൊണ്ടു പരിതാപേന ഗുരുചരണാംബുജദ്വയം വന്ദനം ചെയ്തു ചോദിച്ചിടിനാനെന്തു നല്ലു നന്ദനന്മാരുണ്ടാവാനെന്നരുൾ ചെയ്തിടണം. പുത്രന്മാരില്ലായ്കയാൽ എനിക്കു രാജ്യാദി സമ്പത്തു സർവവും ദുഃഖപ്രദമെന്നറിഞ്ഞാലും വരിഷ്ഠതബോധനൻ വസിഷ്ഠനതു കേട്ടു ചിരിച്ചു ദശരഥ നൃപനോടരുൾ ചെയ്തു. നിനക്കു 4 പുത്രന്മാരുണ്ടായി വരും, അതു നിനച്ചു ഖേദിക്കേണ്ട മനസ്സി നരപതേ. വൈകാതെ വരുത്തേണ മൃഷ്യശൃംഗനെ ഇപ്പോൾ ചെയ്ക നീ ഗുണനിധേ പുത്രകാമേഷ്ടി കർമ്മം. പുത്രകാമേഷ്ടി. തന്നുടെ ഗുരുവായ വസിഷ്ഠ നിയോഗത്താൽ മന്നവൻ വൈഭണ്ഡകൻ തന്നയും വരുത്തിനാൻ. ശാലയും പണി ചെയ്തു സരയൂ തീരത്തിങ്കൽ ഭൂലോകപതിയാകം ദീക്ഷിച്ചാനതു കാലം. അശ്വമേധാനന്തരം താപസന്മാരുമായി വിശ്വനായക സമനാകിയ ദശരഥൻ വിശ്വനായകനവതാരം ചെയ്വതിനായി വിശ്വാസഭക്തിയോടും പുത്രകാമേഷ്ടി കർമ്മം. ഋഷ്യശൃംഗനാൽ ചെയ്യപ്പെട്ടോരാഹൂതിയാലേ വിശ്വദേവതാഗണം തൃപ്തരായതു നേരം. ഹേമപാത്രസ്ഥമായ പായസത്തോടും കൂടി ഹോമകുണ്ഡത്തിൽ നിന്നു പൊങ്ങിനാൻ വന്ഹിദേവൻ. താവകം പുത്രീയമിപ്പായസം കൈക്കൊള്ളുക നീ, ദേവനിർമ്മിതമെന്നു പറഞ്ഞു പാവകനും. ഭൂപതി പ്രവരനു കൊടുത്തു മറഞ്ഞിതു, താപസാജ്ഞയാ പരിഗ്രഹിച്ചു നൃപതിയും. ദക്ഷിണ ചെയ്തു നമസ്കരിച്ചു ഭക്തിപൂർവം ദക്ഷനാം ദശരഥൻ തൽക്ഷണം പ്രീതിയോടെ. കൗസല്യാദേവിക്കർത്ഥം കൊടുത്തു നൃപവരൻ,
ശൈഥില്യാത്മനാ പാതി നൽകിനാൻ കൈകേയിക്കും. അന്നേരം സുമിത്രയ്ക്കു കൗസല്യാദേവി താനും തന്നുടെ പാതി കൊടുത്തിടിനാൾ മടിയാതെ. എന്നതു കണ്ടു പാതി കൊടുത്തു കൈകേയും മന്നവനതു കണ്ടു സന്തോഷം പൂണ്ടാനേറ്റം. തൽപ്രജകൾക്കു പരമാനന്ദം വരുമാറു ഗർഭവും ധരിച്ചിതു മൂവരുമതുകാലം. അപ്പോഴേ തുടങ്ങി ക്ഷോണീന്ദ്രനാം ദശരഥൻ വിപ്രേന്ദ്രന്മാരെയൊക്കെ വരുത്തിത്തുടങ്ങിനാൻ. ഗർഭരക്ഷാർത്ഥം ജപഹോമാദി കർമ്മങ്ങളും ഉൽപ്പലാക്ഷികൾക്കനുവാസരം ക്രമത്താലേ. ഗർഭചിഹ്നങ്ങളെല്ലാം വർദ്ധിച്ചു വരുന്തോറും ഉൾപ്രേമം കൂടെ കൂടെ വർദ്ധിച്ചു നൃപേന്ദ്രനും. തൽ പ്രണയിനിമാർക്കുള്ള ആഭരണങ്ങൾ പോലെ വിപ്രാതി പ്രജകൾക്കും ഭൂമിക്കും ദേവകൾക്കും അല്പമായി ചമഞ്ഞിതു സന്താപം ദിനം തോറും. അല്പഭാഷിണിമാർക്കും വർദ്ധിച്ചു തേജസേറ്റം. സീമന്ത പുംസവനാദിക്രിയകളും ചെയ്തു കാമാന്തം ദാനങ്ങളും ചെയ്തിതു നരവരൻ. അമിത ഗുണവാനാം അത്യധികമായിട്ടുള്ള ഗുണങ്ങൾ ഉള്ള നൃപതി ദശരഥൻ അമലൻ നിഷ്കളങ്കമായ ചിത്തത്തിന് ഉടമ, ഒട്ടും അഴുക്കില്ലാത്ത, അതായത് ദുർഗുണങ്ങൾ ഒന്നുമില്ലാത്ത അത്രയും ശുദ്ധഹൃദയൻ. അയോധ്യ അധിപതി ധർമാത്മാ വീരൻ, ധാർമ്മികമായ പ്രവൃത്തികൾക്ക് പേരുകേട്ട വീരനായിരിക്കുന്ന. അമരകുലവര തുല്യനാം, അമരകുലം ആ ഒരു സ്വർഗ ലോകത്തെ ഇന്ദ്രന് തുല്യമായിട്ടുള്ള അത്രയും ശ്രേഷ്ഠനായിട്ടുള്ള സത്യപരാക്രമൻ, സത്യം മാത്രം പറയുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ. അങ്കജ സമൻ, അങ്കജൻ കാമദേവൻ, കാമദേവന് തുല്യനായിട്ടുള്ള സൗന്ദര്യത്തോടു കൂടിയ കരുണാരത്നാകരൻ, കരുണയ്ക്ക് മറ്റൊരു പേര് കേട്ടവൻ എന്നതുപോലെ അത്രയും കാരുണ്യത്തോടെ എല്ലാവരെയും സംരക്ഷിക്കുന്നവൻ. ഇങ്ങനെയുള്ള ആ ദശരഥ മഹാരാജാവ് കൗസല്യാദേവിയോടും ഭർതൃശുശ്രൂഷയ്ക്കേറ്റം കൗശല്യമേറിയിടും കൈകേയിയും. ഇവിടെ കൈകേയിക്ക് ഒരു പ്രത്യേക ഒരു വിശേഷണം കൊടുത്തിരിക്കുന്നു. ഭർതൃശുശ്രൂഷയ്ക്ക് അത്രയും കൗശല്യം, അതുകൊണ്ടാണ് ആ ഒരു കൗശല്യം ഉള്ളതുകൊണ്ടാണ് കൈകേയിയോട് ദശരഥന് ഇഷ്ടം കൂടുതലായിട്ട് ഉണ്ടായത്. അപ്പൊ അത് ഭാര്യമാരുടെ ഒരു കൗശലമാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഭർത്താവിന് എപ്പോഴും കാന്തയായിരിക്കുക എന്ന് പറയും. കാന്ത എന്നാൽ ഭർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ടവളായിരിക്കുക. നമ്മൾ ഈ ഭാര്യ എന്ന പദത്തിന് പര്യായം പറയുന്ന സമയത്ത് ഭാര്യ എന്ന് പറയും, അതുപോലെ കാന്ത, പ്രിയ, ഇതൊക്കെ പറയും. ഇതിൽ ഭാര്യ എന്ന് വെച്ചാൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഭാര്യമാരാണ്. പക്ഷേ കാന്ത എന്ന് വെച്ചാൽ ഭർത്താവിന് അത്രയും പ്രിയപ്പെട്ടവൾ എന്നാണ് അർത്ഥം. അപ്പൊ അങ്ങനെ ഇവിടെ കൈകേയിയാണ് ഭർത്താവിന് അത്രയും പ്രിയപ്പെട്ടവൾ. അതിന് കാരണം ഇത് തന്നെയാവാം എന്നാണ് ഇവിടെ കവി പറയുന്നത്. ഭർതൃശുശ്രൂഷയ്ക്ക് അത്രയും കൗശലത്തോടുകൂടി അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന കൈകേയിയും പിന്നെ സുമിത്രയും.
ഭാര്യമാർ ഇവരോടും ചേർന്ന്, ഈ ഭാര്യമാരോടൊക്കെ ചേർന്ന് മന്ത്രികളുമായി അകാര്യങ്ങൾ, കാര്യം ചെയ്യേണ്ടത്, അകാര്യം ചെയ്യരുതാത്തത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിചാരിച്ച് ഭൂതലമെല്ലാം പരിപാലിക്കും കാലം. ഇങ്ങനെ കാലം പോയിക്കൊണ്ടിരിക്കെ അനപത്യത്വം കുട്ടികളില്ലാത്ത ദുഃഖം. അതുകൊണ്ട് പരിതാപേന, ഇതൊക്കെ ഉണ്ടായിട്ടും ഒരു കുട്ടിയില്ല അല്ലെ മകനില്ല എന്ന ദുഃഖം അത്രയും പരിതാപേന, അത്രയും സങ്കടത്തോടുകൂടി ഓരോ ദിവസം കഴിയും തോറും തൻ്റെ ആ ഒരു വീരത്വമോ രാജാവ് എന്ന അധികാരമോ അതൊന്നും അദ്ദേഹത്തെ സന്തോഷിപ്പിച്ചില്ല. ഓരോ ദിവസം കഴിയും തോറും തനിക്കൊരു മകനില്ല എന്ന ദുഃഖമായിരുന്നു അദ്ദേഹത്തിന്. അതാണ് പരിതാപേന ഗുരുചരണാംബുജദ്വയം, തൻ്റെ ഗുരുവായിട്ടുള്ള വസിഷ്ഠ മഹർഷിയുടെ ചരണാംബുജദ്വയം, ആ കാലടികളെ വന്ദനം ചെയ്ത് ചോദിച്ചിടിനാൻ, എന്ത് നല്ലു നന്ദനന്മാരുണ്ടാവാൻ എന്ന് അരുൾ ചെയ്തിടണം. എനിക്ക് പുത്രന്മാരുണ്ടാകാൻ എന്താണ് നല്ലത് എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് പറയാൻ അങ്ങ് കനിഞ്ഞരുളണം എന്നാണ് ഇവിടെ ദശരഥ മഹാരാജാവ് ചോദിച്ചത്. അപ്പൊ ഇവിടെ മൂലഗ്രന്ഥമായ വാൽമീകി രാമായണത്തിൽ ദശരഥ മഹാരാജാവ് തന്നെ സ്വയം ഒരു നിശ്ചയം എടുക്കുന്നതായിട്ടാണ് പറയുന്നത്. അതായത് അശ്വമേധയാഗം, പുത്രന്മാരുണ്ടാവാനായിട്ട് അശ്വമേധയാഗം നടത്താം എന്ന് ദശരഥ മഹാരാജാവ് തന്നെ പറയുന്നതായിട്ടാണ് വാൽമീകി രാമായണത്തിൽ കാണുന്നത്. എന്നാൽ ഇവിടെ വസിഷ്ഠനോട് ചോദിച്ചതായിട്ടാണ് എഴുത്തച്ഛൻ പറയുന്നത്. ഇങ്ങനെയുള്ള പല വ്യത്യാസങ്ങളും നമുക്ക് മൂലകൃതിയിൽ നിന്ന് വ്യത്യാസമായിട്ട് അധ്യാത്മ രാമായണത്തിൽ കാണാം. അപ്പോൾ ഇവിടെ ദശരഥ മഹാരാജാവ് പറയുകയാണ് വസിഷ്ഠ മഹർഷിയോട്, പുത്രന്മാരില്ലായികയാൽ എനിക്ക് രാജ്യാദി സമ്പത്ത് സർവവും ദുഃഖപ്രദമെന്നറിഞ്ഞാലും, അപ്പൊ ഇതൊക്കെ ഉണ്ട് എന്ന് രാജാവ് തന്നെ സമ്മതിക്കുന്നു. എനിക്ക് രാജ്യമുണ്ട്, സർവസമ്പത്തുണ്ട്, എല്ലാ സുഖങ്ങളും എനിക്കുണ്ട്. എന്നാൽ പോലും പുത്രന്മാരില്ല എന്നത് എനിക്ക് അത്രയധികം ദുഃഖത്തെ ഉണ്ടാക്കുന്നു. അപ്പൊ ഇത് ഈ രാമായണത്തിലെയും ഇതിഹാസങ്ങൾ, മറ്റ് മഹാഭാരതം, മറ്റുള്ള പുരാണങ്ങൾ, ഇതിലൊക്കെ പല കഥാപാത്രങ്ങളും നമ്മുടെ സ്വഭാവമൊക്കെ ആയിട്ട് താരതമ്യം ഉണ്ടാകും. അപ്പോൾ ഇവിടെ ദശരഥനെ പോലെ ഉള്ള ഒരുപാട് ആളുകളെ നമുക്ക് കാണാം. എന്ത് ഉണ്ട് എന്നല്ല ചിന്തിക്കുക, എന്തെനിക്കില്ല എന്ന് ചിന്തിച്ചിട്ട് അതിനെക്കുറിച്ച് ദുഃഖിക്കുകയും അത് തന്നെ എപ്പോഴും തനിക്ക് അതിനുള്ള ഭാഗ്യമില്ലല്ലോ എന്ന് മാത്രം ചിന്തിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ഈ ദശരഥന്റെ ആ ഒരു സ്വഭാവത്തോട് താരതമ്യപ്പെടുത്താവുന്നതാണ്. അതായത് പണമില്ലാത്തവർ തനിക്ക് പണമില്ലല്ലോ എന്ന് ചിന്തിക്കും. ഒരു പക്ഷെ അവർക്ക് യാതൊരുവിധ അസുഖങ്ങളോ പ്രശ്നങ്ങളോ അങ്ങനെയുള്ള ഒന്നും ഉണ്ടാവില്ല. അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള വകയുണ്ടാകും. എന്നാലും അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചുള്ള സമ്പാദ്യം ഇല്ല എന്നതായിരിക്കും അവരുടെ ദുഃഖം. എന്നാൽ സമ്പാദ്യമുള്ള ഒരാൾക്ക് ഒരു പക്ഷേ ആരോഗ്യം, എന്തെങ്കിലുമൊക്കെ അസുഖം വന്നെങ്കിൽ അപ്പോൾ ചിന്തിക്കുക, ആരോഗ്യമാണ് ഏറ്റവും വലുത്, മനുഷ്യന് എപ്പോഴും വേണ്ടത് ആരോഗ്യമാണെന്ന് അവർ ചിന്തിക്കും. ഇനി ഇത് രണ്ടും ഉള്ളവർക്ക് ഇതുപോലെ കുട്ടികളില്ല എങ്കിൽ അവർ ചിന്തിക്കുന്നത്, ഞങ്ങൾക്കിതൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം, ഒരു കുട്ടിയില്ലല്ലോ എന്നതായിരിക്കും അവരുടെ സങ്കടം. ഇനി ഈ ലോകത്ത് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും, ഈ പ്രശസ്തരായ അതിപ്രശസ്തരായ ആളുകളെ സംബന്ധിച്ച് അവർ ആഗ്രഹിക്കുന്നത് ഒരു സാധാരണക്കാരനെ പോലെ എനിക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ലല്ലോ, അത് നഷ്ടപ്പെട്ടു എന്നതാണ് അവരുടെ ദുഃഖം. ഇനി ഒരു സാധാരണക്കാരൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് പ്രശസ്തിയും ആ ഒരു ആളുകൾ തിരിച്ചറിയപ്പെടുന്ന ഒരു തലത്തിലേക്ക് ഞാൻ എത്തുന്നില്ലല്ലോ എന്നതായിരിക്കും അവരുടെ സങ്കടം.
ഇങ്ങനെ ഒരുപാട് പേരെ നമുക്ക് ചുറ്റും കാണാം. നമുക്ക് ഉള്ളതിനെ കാണാതെ, അതിനെ കാണാനുള്ള കണ്ണില്ലാതെ, അതിൽ സംതൃപ്തി അടയാതെ, എനിക്കെന്തില്ലയോ അതിനെക്കുറിച്ച് ചിന്തിച്ച് ദുഃഖിക്കുക. അപ്പം അങ്ങനെയുള്ളവരുടെ ഒരു പ്രതിനിധിയാണ് ദശരഥ മഹാരാജാവ്. അപ്പോൾ ഇത്രയും വലിയ ബലവാനും സുന്ദരനും രാജ്യം, അധികാരം, സമ്പത്ത് എല്ലാം ഉണ്ടായിട്ടും എനിക്ക് മക്കളില്ല എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ദുഃഖം. എന്നാൽ രാമായണം അറിയാവുന്ന നമുക്കൊക്കെ അറിയാം അങ്ങനെ ഒരു ആഗ്രഹം സാധിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന്. എന്തായാലും ഇവിടെ അദ്ദേഹം വസിഷ്ഠ മഹർഷിയോട് പറയുന്നു, വരിഷ്ഠ തപോധനൻ വസിഷ്ഠൻ അത് കേട്ടിട്ട്, ശ്രേഷ്ഠനായിട്ടുള്ള തപോധനനായിട്ടുള്ള വസിഷ്ഠ മഹർഷി അത് കേട്ട് ചിരിച്ച് ദശരഥ നൃപനോട് അരുൾ ചെയ്തു. ഇപ്പോൾ വസിഷ്ഠ മഹർഷി പറയുകയാണ്, നിനക്ക് 4 പുത്രന്മാരുണ്ടായി വരും, അത് നിനച്ച് ഖേദിക്കേണ്ട മനസ്സി നരപതേ. നിനക്ക് 4 മക്കൾ ഉണ്ടായി വരുമെന്നത് അത് വിധി വിഹിതമാണ്, അത് ദൈവനിശ്ചയമാണ്. അപ്പോൾ ഇവിടെയും ഒരു ചെറിയൊരു വ്യത്യാസം വാൽമീകി രാമായണത്തിൽ കാണുന്നത്, ഇവിടെ സുമന്ത്രരാണ് വന്നിട്ട് ദശരഥനോട് പറയുന്നത്. അതായത് ഞാൻ ഇങ്ങനെ ദേവസദസ്സിൽ വെച്ച് സനക മഹർഷി പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു, അങ്ങേക്ക് 4 പുത്രന്മാരുണ്ടായി വരും എന്ന്. ഇങ്ങനെയൊരു ഇത് സുമന്ത്ര പറയുന്നതായിട്ട്, മന്ത്രിയായിട്ടുള്ള സുമന്ത്ര പറയുന്നതായിട്ടാണ് വാൽമീകി രാമായണത്തിൽ കാണുന്നത്. ഇവിടെ വസിഷ്ഠ മഹർഷിയായിട്ട് പറയുന്നു. ഇങ്ങനെ ഈ അശ്വമേധയാഗത്തിനിടയിൽ തന്നെ പുത്രനുണ്ടാവാനുള്ള ഒരു പ്രത്യേക യാഗം നടത്തണം എന്നാണ് ഇവിടെ വസിഷ്ഠ മഹർഷിയും മറ്റുള്ള പുരോഹിതന്മാരൊക്കെ അഭിപ്രായപ്പെട്ടത്. അതിന് ഏറ്റവും യോഗ്യനായിട്ടുള്ള ആൾ ഋഷ്യശൃംഗനാണ്. അതാണ് പറയുന്നത്, വൈകാതെ വരുത്തണം ഋഷ്യശൃംഗനെ ഇപ്പോൾ. അദ്ദേഹമാണ് പുത്രകാമേഷ്ടി എന്ന ആ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകമായ യാഗം നടത്താൻ ഏറ്റവും യോഗ്യനായിട്ടുള്ളത്. അങ്ങനെ വരുത്തുക, അത് ചെയ്യുക നീ ഗുണനിധേ. എല്ലാ ഗുണത്തിനും അധിപതിയായിട്ടുള്ള അല്ലയോ ദശരഥ മഹാരാജാവേ, പുത്രകാമേഷ്ടി കർമ്മം അത് ചെയ്യാൻ വൈകാതെ ഋഷ്യശൃംഗനെ വരുത്തുക. പുത്രകാമേഷ്ടി, പുത്രകാമ ഇഷ്ടി, ഇഷ്ടി എന്നാൽ യാഗം. പുത്രൻ വേണമെന്ന് ആഗ്രഹിച്ച്, കാമം ആഗ്രഹിച്ച് ചെയ്യുന്ന ഇഷ്ടി യാഗമാണ് പുത്രകാമ ഇഷ്ടി, പുത്രകാമേഷ്ടി. തന്നുടെ ഗുരുവായ വസിഷ്ഠ നിയോഗത്താൽ മന്നവൻ രാജാവ് വൈഭണ്ഡകൻ തന്നെയും വരുത്തിനാൻ. വിഭാണ്ഡകൻ എന്ന മഹർഷിയുടെ പുത്രനാണ് ഋഷ്യശൃംഗൻ. അതുകൊണ്ട് ഋഷ്യശൃംഗനെ മറ്റൊരു പേരിൽ വിളിക്കുന്നത് വൈഭണ്ഡകൻ എന്നാണ്. അങ്ങനെ അശ്വമേധയാഗവും തുടർന്ന് പുത്രകാമേഷ്ടി യാഗവും നടത്താനായിട്ട് ശാലയും പണി ചെയ്തു. സരയൂ തീരത്തിങ്കൽ, യജ്ഞശാല അവിടെ സരയൂ തീരത്താണ് പണി ചെയ്തത്. അങ്ങനെ ഭൂലോകപതി യാഗം ദീക്ഷിച്ചാൻ അതുകാലം. ഭൂലോകപതിയായിട്ടുള്ള ദശരഥ മഹാരാജാവ് തൻ്റെ പത്നിമാരോടും കൂടി അവിടെ യാഗം ദീക്ഷിച്ചു. ദീക്ഷിക്കുക എന്ന് വെച്ചാൽ ആ യജ്ഞത്തിന് വേണ്ടുന്ന നിർദ്ദേശങ്ങളും, ഇവിടെ അദ്ദേഹമാണ് യജമാനൻ, അദ്ദേഹത്തിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ അവിടെ വേണ്ടുന്ന വ്രതശുദ്ധികളോടുകൂടെ അവിടെ നിൽക്കുന്നതിനെയാണ് ദീക്ഷിക്കുക, ദീക്ഷയെടുക്കുക എന്ന് പറയുന്നത്. ഇങ്ങനെ അശ്വമേധ അനന്തരം, അങ്ങനെ അശ്വമേധയാഗവും നടത്തിക്കഴിഞ്ഞിട്ട് താപസന്മാരുമായി വിശ്വനായക സമനാകിയ ദശരഥൻ അവിടെയുള്ള താപസന്മാരോടും വിശ്വനായക സമൻ, വിശ്വനായകനായിട്ടുള്ള ആ ഒരു ഭഗവാന് തുല്യനായിട്ട് തന്നെയുള്ള ആ ദശരഥൻ, അല്ലെങ്കിൽ ഇന്ദ്രതുല്യൻ എന്നും പറയാം. അപ്പൊ ആ ഇന്ദ്രതുല്യനായിട്ടുള്ള അത്രയും പരാക്രമശാലിയായിട്ടുള്ള ദശരഥൻ വിശ്വനായകൻ അവതാരം ചെയ്വതിനായിട്ട്, അപ്പോൾ ഇവിടെ ഈ ഒരു പുത്രകാമേഷ്ടി യാഗം നടക്കണമെന്നും
ഇതിലൂടെ സാക്ഷാൽ നാരായണൻ ജനിക്കണം എന്നുമൊക്കെ മുന്നേ നിശ്ചിതമാണ് എന്നതിനാൽ തന്നെ വിശ്വനായകനായിട്ടുള്ള ആ ഭഗവാൻ അവതാരം ചെയ്യുവാനായിട്ട് വിശ്വാസഭക്തിയോടും പുത്രകാമേഷ്ടി കർമ്മം ഋഷ്യശൃംഗനാൽ ചെയ്യപ്പെട്ടോരാഹൂതിയാലേ, ഇങ്ങനെ വിശ്വാസത്തോടെ വളരെയധികം ഭക്തിയോടുകൂടെ ആ പുത്രകാമേഷ്ടി കർമ്മം ഋഷ്യശൃംഗനാൽ ചെയ്യപ്പെട്ടു. ആ ചെയ്യപ്പെടുമ്പോൾ ഈ യജ്ഞം ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ഒരു യജ്ഞകുണ്ഡത്തിലേക്ക് പല സാമഗ്രികൾ, യജ്ഞസാമഗ്രികൾ ആഹൂതി ചെയ്യുക, സമർപ്പിക്കുക എന്നാണ്. അപ്പൊ അങ്ങനെ ആഹൂതി ചെയ്യുമ്പോൾ അത് സ്വീകരിക്കാൻ വിശ്വദേവതാഗണം, ഈ ലോകത്തിലെ എല്ലാ ദേവീദേവന്മാരും ആ യജ്ഞശാലയ്ക്ക് ചുറ്റും അദൃശ്യരായിട്ട് ഉണ്ടാകും എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയുള്ള വിശ്വദേവതാഗണം ഈ ആഹൂതി ഭക്ഷിച്ചിട്ട് സ്വീകരിച്ചിട്ട് തൃപ്തരായതു നേരം, അങ്ങനെ അവരൊക്കെ വളരെ തൃപ്തിയായി. അങ്ങനെ അവരും കൂടെ തൃപ്തി അടഞ്ഞപ്പോൾ ഹേമപാത്രസ്ഥമായ, ഹേമപാത്രം സ്വർണപാത്രം, ആ പാത്രത്തിൽ, പാത്രസ്ഥം എന്നാൽ പാത്രത്തിൽ നിറച്ച, പാത്രസ്ഥമായ പായസത്തോടും കൂടി ആ ഹോമകുണ്ഡത്തിൽ നിന്ന് പൊങ്ങിനാൻ വന്യദേവൻ. അങ്ങനെ അഗ്നിദേവൻ ഈ ദേവന്മാരുടെയൊക്കെ അനുഗ്രഹം സിദ്ധിച്ച ആ ഒരു ദിവ്യമായ പായസവുമായിട്ട് ഹോമകുണ്ഡത്തിൽ നിന്ന് വന്യദേവൻ പുറത്തേക്ക് വന്നു. എന്നിട്ട് ദശരഥ മഹാരാജാവിനോട് പറയുന്നു, താവകം പുത്രീയം ഈ പായസം, അല്ലയോ മഹാരാജാവേ, താവകം അങ്ങയുടെ അല്ലെങ്കിൽ അങ്ങയ്ക്ക് പുത്രീയം പുത്രന്മാർ ജനിക്കാനായി കൊണ്ടുള്ള ഈ പായസം കൈക്കൊള്ളുക നീ, ദേവനിർമ്മിതം, ഇത് ദേവന്മാരാൽ നിർമ്മിക്കപ്പെട്ടതാണ്, അതായത് അവരുടെ ഒരു അനുഗ്രഹം ആവോളമുള്ളതാണ് ഈ പായസം എന്ന് പറഞ്ഞ് പാവകനും അഗ്നിദേവനും ഭൂപതി പ്രവരന് കൊടുത്തു മറഞ്ഞിതു. അങ്ങനെ ആ ദശരഥന്റെ കയ്യിൽ ആ പായസം, ആ പാത്രമടക്കം കൊടുത്തിട്ട് അഗ്നിദേവൻ ആ അഗ്നിയിൽ തന്നെ മറഞ്ഞു. താപസാജ്ഞയാ പരിഗ്രഹിച്ചു നൃപതിയും. അങ്ങനെ താപസ ശ്രേഷ്ഠന്മാരൊക്കെ അനുമതി കൊടുത്തു, അത് സ്വീകരിക്കാനുള്ള അനുമതി കൊടുത്തു. അതിനെ സസന്തോഷം പരിഗ്രഹിച്ചു, സ്വീകരിച്ചു നൃപതിയും. രാജാവ് അത് സ്വീകരിച്ചു. അതിനുശേഷം ദക്ഷിണ ചെയ്ത് നമസ്കരിച്ചു ഭക്തിപൂർവം ദക്ഷനാം ദശരഥൻ. അപ്പോൾ യാഗമൊക്കെ കഴിഞ്ഞു, അശ്വമേധ യാഗവും കഴിഞ്ഞു, അതിൻ്റെ പുറകെ തന്നെ പുത്രകാമേഷ്ടി യാഗവും നടന്നു. ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ യാഗം ചെയ്ത എല്ലാവർക്കും ദക്ഷിണ കൊടുക്കണം. അങ്ങനെ എല്ലാവരെയും ദക്ഷിണ ചെയ്ത് അവരെ നമസ്കരിച്ച് ഭക്തിപൂർവം നമസ്കരിച്ചിട്ട് പിന്നീട് ഇനി പായസം വിതരണം ചെയ്യണം. അതാണ് അവിടെ ദക്ഷൻ എന്ന് പറഞ്ഞത്. ദക്ഷൻ എന്ന് വെച്ചാൽ ബുദ്ധിമാൻ, ബുദ്ധിമാനായിട്ടുള്ള ദശരഥൻ തൽക്ഷണം പ്രീതിയോടെ, വളരെയധികം ഒരു ആഹ്ലാദത്തോടെ, കാരണം എന്താഗ്രഹിച്ചാണോ ആ യാഗം നടത്തിയത് അതിന്റെ പരിസമാപ്തി ആഗ്രഹിച്ചതുപോലെ തന്നെ നടക്കും എന്നതിന്റെ ഒരു തെളിവായിട്ടാണ് ഇപ്പോൾ ഈ പായസം കിട്ടിയത്. അതിന്റെ ഒരു പ്രീതിയോടെ കൗസല്യാദേവിക്ക് അർത്ഥം കൊടുത്തു. കൗസല്യാദേവിയാണ് അംഗീകരിച്ച പട്ടമഹിഷി ആദ്യത്തെ. അപ്പൊ അതുകൊണ്ട് തന്നെ കൗസല്യാദേവിക്ക് അർത്ഥം, ആ പായസത്തിന്റെ പകുതി കൊടുത്തു നൃപവരൻ. ഒപ്പം ഇവിടെ എഴുത്തച്ഛൻ പറയുന്നു, ശൈഥില്യാത്മന പാതി നൽകിനാൻ കൈകേയിക്കും. ശൈഥില്യാത്മന എന്നാൽ മനസ്സിൽ ചെറിയൊരു കുറ്റബോധത്തോടെ, അതാണ് ശിഥിലമായ മനസ്സോടുകൂടെ, മനസ്സിനൊരു പൂർണ്ണ തൃപ്തി ഇല്ല കൈകേയിക്ക് മാത്രം പകുതി കൊടുക്കാൻ. കാരണം ഒരു ഭാര്യ കൂടിയുണ്ട്, സുമിത്രയും കൂടിയുണ്ട്. അതാണ് അവിടെ രാജാവിന് ആ ഒരു സമയത്ത് ചെറിയൊരു സ്വാർത്ഥത ഉള്ളിൽ കയറി. കാരണം കൗസല്യാദേവിയെ എന്തായാലും അവഗണിക്കാൻ പറ്റില്ല, കാരണം ആദ്യത്തെ ഭാര്യയാണ്. അപ്പോൾ ഇവിടെ പ്രിയപ്പെട്ട ഭാര്യ എന്ന നിലയിലാണ് കൈകേയിക്ക് ബാക്കി പകുതിയും കൊടുക്കുന്നത്. അപ്പൊ തീർച്ചയായും മറ്റൊരു ഭാര്യയായ സുമിത്രയെ താൻ അവഗണിക്കുന്നല്ലോ എന്ന ഒരു വിഷമമായിരിക്കാം. അതാണ് ഇവിടെ എഴുത്തച്ഛൻ സൂചിപ്പിച്ചത്. പക്ഷെ ഇവിടെയും മൂലഗ്രന്ഥമായ വാൽമീകി രാമായണത്തിൽ നിന്നുള്ള ഒരു വ്യത്യാസമുണ്ട്.
അവിടെ പറയുന്നത് ദശരഥ മഹാരാജാവ് തന്നെ ഈ 3 പേർക്കും തുല്യമായി വീതിച്ചു കൊടുത്തു എന്നാണ്. തുല്യമായി എന്ന് വെച്ചാൽ സുമിത്രക്ക് 2 കിട്ടുന്ന വിധത്തിൽ തന്നെ അങ്ങനെ വീതിച്ചു കൊടുത്തു എന്ന് പറയുന്നു. എന്നാൽ ഇവിടെ പറയുന്നത് അന്നേരം സുമിത്രയ്ക്ക് കൗസല്യാദേവി താനും തന്നുടെ പാതി കൊടുത്തിടിനാൾ മടിയാതെ. അപ്പോൾ സുമിത്രയെ ഭാര്യമാർ മറന്നില്ല. അപ്പൊ കൗസല്യാദേവി സസന്തോഷം തനിക്ക് കിട്ടിയ ആ പകുതിയിൽ നിന്ന് വീണ്ടും ഒരു പകുതി അത് സുമിത്രക്ക് കൊടുത്തു എന്നത് കണ്ട് പാതി കൊടുത്തു കൈകേയിയും. അപ്പൊ കൈകേയിയും തന്റെ പകുതി, കാരണം താനും അങ്ങനെ മോശമാവാൻ പാടില്ല എന്ന ചിന്തയുമാവാം, അല്ലെങ്കിൽ നല്ല രീതിയിലുമാവാം. എന്തായാലും കൈകേയിയും തന്റെ പകുതി സുമിത്രയ്ക്ക് കൊടുത്തു. ഇത് കണ്ടപ്പോൾ രാജാവിനും സന്തോഷമായി. കാരണം ഇത് എങ്ങനെ പരിഹരിക്കും എന്നറിയാത്തതായിരുന്നു നേരത്തെ ആ ഒരു ശിഥിലമായ മനസ്സോടുകൂടി എന്ന് പറഞ്ഞത്. പക്ഷെ ഭാര്യമാർ തന്നെ അതിന് നല്ലൊരു പരിഹാരം കണ്ടപ്പോൾ മന്നവൻ അത് കണ്ട് സന്തോഷം പൂണ്ടാനേറ്റം. അങ്ങനെ തത്പ്രജകൾക്ക് പരമാനന്ദം വരുമാറ് ഗർഭവും ധരിച്ചിതു മൂവരും അതു കാലം. അങ്ങനെ ആ രാജ്യത്തെ എല്ലാ പ്രജകൾക്കും സന്തോഷം നൽകിക്കൊണ്ട് ആ 3 പട്ടമഹിഷിമാരും 3 ഭാര്യമാരും ഗർഭം ധരിച്ചു എന്ന വാർത്ത എല്ലാവരും അറിഞ്ഞു. അപ്പോഴേ തുടങ്ങി ക്ഷോണീന്ദ്രനാം ദശരഥൻ വിപ്രേന്ദ്രന്മാരെയൊക്കെ വരുത്തിത്തുടങ്ങിനാൻ. ഇത് കേട്ടപ്പോൾ തന്നെ ആ ഒരു ക്ഷോണീന്ദ്രൻ ഭൂമിപതി, ഭൂമിയുടെ പതിയായിട്ടുള്ള ദശരഥൻ, രാജാവായിട്ടുള്ള ദശരഥൻ വിപ്രേന്ദ്രന്മാരെ, ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരെയൊക്കെ വരുത്തിത്തുടങ്ങിനാൻ. പിന്നീട് ഗർഭരക്ഷാർത്ഥം ജപഹോമാദി കർമ്മങ്ങളും ഉത്പലാക്ഷികൾക്ക് അനുവാസരം ക്രമത്താലേ. ഉത്പലാക്ഷികൾ സുന്ദരിമാർ എന്നർത്ഥം. സുന്ദരിമാരായിട്ടുള്ള ആ രാജ്ഞിമാർക്കായിട്ട് അവരുടെ ഗർഭരക്ഷാർത്ഥം അവിടെയുള്ള ഏറ്റവും ശ്രേഷ്ഠരായ ബ്രാഹ്മണരെ കൊണ്ട് തന്നെ ജപ ഹോമാദി കർമ്മങ്ങളൊക്കെ ചെയ്യിച്ചു. അങ്ങനെ ഗർഭചിഹ്നങ്ങളെല്ലാം വർദ്ധിച്ചു വരും തോറും, അങ്ങനെ ഓരോ മാസം കഴിയും തോറും ആ ഒരു ഗർഭിണിയുടേതായ എല്ലാ ചിഹ്നങ്ങളും ആ ഒരു ലക്ഷണങ്ങളും അത് മുഖപ്രസാദം ഒക്കെ ആയിട്ട് അങ്ങനെ വർദ്ധിച്ചു വരും തോറും ഉൾപ്രേമം കൂടെ കൂടെ വർദ്ധിച്ചു നൃപേന്ദ്രനും. അപ്പോൾ സ്വാഭാവികമായും ആഗ്രഹിച്ച കാര്യങ്ങൾ നടന്നു കാണുമ്പോഴുണ്ടായ ആ ഒരു സന്തോഷത്താൽ ദശരഥന് തന്റെ ഭാര്യമാരോടുള്ള ആ ഒരു പ്രണയം വർദ്ധിച്ചുകൊണ്ടിരുന്നു. അത് ഏതുപോലെ എന്ന് പറയുന്നു, പ്രണയിനിമാർക്കുള്ള ആഭരണങ്ങൾ പോലെ തന്റെ ഭാര്യമാർക്കുള്ള ഒരു അലങ്കാരമായിട്ട് ആ ദശരഥ മഹാരാജാവിന്റെ പ്രണയം അങ്ങനെയായി തീർന്നു എന്നാണ് പറയുന്നത്. ഇത് കൂടാതെ വിപ്രാതി പ്രജകൾക്കും ഭൂമിക്കും ദേവകൾക്കും അല്പമായി ചമഞ്ഞിതു സന്താപം ദിനം തോറും. ഇങ്ങനെ ആ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർക്കും ഭൂമിദേവിക്കും ദേവകൾക്കും ഒക്കെ തന്നെ ആ അവതാരകാലം അടുക്കുന്നു എന്നറിഞ്ഞതുകൊണ്ട് തന്നെ അല്പമായി ചമഞ്ഞിതു, അവർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന അവരുടെ ദുഃഖമൊക്കെ കുറഞ്ഞു കുറഞ്ഞു വന്നു. അതാണ് അല്പമായി ചമഞ്ഞിതു സന്താപം ദിനം തോറും. അല്പഭാഷിണിമാർക്കും വർദ്ധിച്ചു തേജസ്സേറ്റം. അതേസമയം ഗർഭിണികളായ ആ രാജ്ഞിമാർക്കാവട്ടെ ഓരോ ദിവസം കഴിയും തോറും അവരുടെ തേജസ് കൂടിക്കൂടി വരികയാണ്. കാരണം വരാൻ പോകുന്നത് സാക്ഷാൽ നാരായണനും ആ നാരായണന്റെ കൂടെ തന്നെയുള്ള അനന്തനും മറ്റ് ഗദാശംഖ അങ്ങനെയൊക്കെ ആയിട്ടാണ് അവരൊക്കെ അവതരിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായും ഭഗവാന്റെ തന്നെ അംശാവതാരങ്ങളായിട്ടാണ് ഈ 4 പേരും വരാൻ പോകുന്നത്. അതിൻ്റെ ആ ഒരു തേജസ്, ഇതിൻ്റെ കൂടെ സീമന്ത പുംസവനാദി ക്രിയകളും ഗർഭിണികൾക്ക് സാധാരണ ചെയ്യുന്ന ഓരോരോ മാസത്തിൽ പലതരത്തിലുള്ള ക്രിയകളുണ്ട്. അപ്പൊ ഇതൊക്കെ ഇതിന്റെ പേരാണ് സീമന്തം, പുംസവനം തുടങ്ങിയ ഓരോ ക്രിയകളും ഒക്കെ ചെയ്തിട്ട് കാമാന്തം ദാനങ്ങളും ചെയ്തിതു നരവരൻ. നരശ്രേഷ്ഠൻ ആ ഒരു രാജാവായിട്ടുള്ള ദശരഥൻ ഭൂമിയിലെ എല്ലാ ബ്രാഹ്മണന്മാർക്കും ആർക്കൊക്കെയാണോ എന്തൊക്കെയാ കൊടുക്കേണ്ടതെന്ന് ആ സന്തോഷാധിക്യത്താൽ രാജാവിന് എന്താണ് ആർക്കെന്ത് കൊടുക്കണമെന്ന് അറിയില്ല. അതാണ് എല്ലാവരുടെയും ആഗ്രഹങ്ങൾ തീർക്കാൻ എന്നതുപോലെയാണ് ദാനങ്ങൾ ചെയ്ത് അങ്ങനെ സന്തുഷ്ടനായിട്ട് ദശരഥനും കഴിഞ്ഞു എന്ന് പറയുന്നു.
ഓം ശ്രീരാമചന്ദ്രായ നമഃ.